ഇന്ന് പുറത്തുപോയി വന്നപ്പോൾ പരിപ്പോട് വയ്ക്കാനായിട്ടൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പരിപ്പ് വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂറാണ് കുതിർത്താൻ വെച്ചത്. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുതിർത്തി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു 2 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ആ മാറ്റി വെച്ച പരിപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടത് കൊച്ചുള്ളിയും സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഉണക്കമുളക് വേപ്പില പിന്നെ ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നല്ലപോലെ അത് കുഴച്ചെടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുഴച്ചിട്ട് നമ്മുടെ പരിപ്പോടെ ഷേപ്പിൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാൻ പാത്രത്തിൽ ആ ഷേപ്പിലാക്കി വെച്ചേക്കുന്നത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 4 വെച്ച് അണ്ട പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരു വശം മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടായി. നല്ലപോലെ മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുരിഞ്ഞ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പരിപ്പോടൊക്കെ ഒപ്പം കുറച്ച് കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.